എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു വൈകുന്നേരമാണ്. ശക്തിക്കാണെങ്കിൽ ഒന്ന് ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. വൈകുന്നേരം ആയപ്പോൾ ഞാനും അവനും കൂടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. വേറെ എങ്ങോട്ടും അല്ല, നമ്മൾ പാടത്തേക്ക് പോവുകയാണേ. പാടത്താണെങ്കിൽ ആടിനെയും കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചേ. പോകുന്ന വഴിയിൽ പാടത്തിൻ്റെ സൈഡിലായിട്ട് നിറയെ ഈ മഞ്ഞ പൂക്കളുണ്ട് കേട്ടോ. പൂവിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ. ശക്തിയാണെങ്കിൽ ഇരുന്ന് ആ പൂക്കളൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് ഇങ്ങനെ പറയാണ്, പണ്ട് നമ്മൾ അത്തപ്പൂക്കളിടാനൊക്കെ ഈ പൂവ് നിറയെ ഉപയോഗിക്കുകയായിരുന്നു. ഈ പൂവ് ഉപയോഗിച്ച് നമ്മൾ അത്തപ്പൂക്കളിട്ടാൽ നമ്മളെ പൂക്കളം കാണാൻ പ്രത്യേക ഒരു ഭംഗി തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ അത് നമ്മൾ ആടുകളൊക്കെ നമ്മളെ പാടത്ത് നിന്ന് മേഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത്തവണ നമ്മൾ ഇവിടെ കൃഷിയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആടുകൾക്ക് നല്ല കുശാലായിട്ടോ. കാരണം അവർക്ക് എവിടെ നോക്കിയാലും പുല്ലാണ്. അല്ലെങ്കിൽ സാധാരണ അവർക്ക് അങ്ങനെ ഈ സമയത്തൊക്കെ പുല്ല് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ആട് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അത് തിന്നു ഇത് തിന്നു പറഞ്ഞിട്ട് നമ്മളെ ചുറ്റുപാടുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് ചീത്ത കേൾക്കാനേ സമയം ഉണ്ടായിരുന്നുള്ളൂ. ഇത്തവണ നമുക്ക് ആ ടെൻഷൻ ഒന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ആ പുല്ലിൻ്റെ ഉള്ളിലായിട്ട് ഒരു മയിലുണ്ട് കേട്ടോ. അതിങ്ങനെ ചെടികളിലുള്ള പ്രാണികളിനൊക്കെ ഇങ്ങനെ കൊത്തി തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആകാശം കാണാൻ പ്രത്യേക ഒരു ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മളെ ഈ ഒരു വയൽ എന്ന് പറയുന്നത് ഏകദേശം ഒരു ഏക്കറിന് അടുത്തുണ്ട് കേട്ടോ നമ്മളെ വയൽ. ഇതിന് ചുറ്റുമുള്ള കാഴ്ചകൾ എന്നൊക്കെ പറയുന്നത് നല്ല ഭംഗിയുള്ളതാണ്. അപ്പോൾ ഈ വയലെന്ന് പറയുന്നത് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വയൽ വാങ്ങിക്കണം എന്നുള്ളത്. ഇപ്പോൾ അത് വാങ്ങിക്കാൻ പറ്റിയാൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ചില കാര്യങ്ങളാണ് അങ്ങനെയാണ്, നമുക്കുള്ളതാണെങ്കിൽ അത് നമ്മളെ കയ്യിൽ തന്നെ എത്തും എന്നുള്ളതാണ്. ദേ ആ കാണുന്നതാണ് നമ്മുടെ വീട് എന്ന് പറയുന്നത്. അപ്പോൾ അത് ശക്തിക്കൂട്ടിന് ഓടി വരുന്നുണ്ട് കേട്ടോ. അവനാണെങ്കിൽ ഒരു സ്ഥലത്ത് നിൽക്കുക എന്നുള്ള അങ്ങനത്തെ ഒരു സ്വഭാവമില്ല. അവൻ ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. വെയിലൊക്കെ ഒന്ന് മാറി വൈകുന്നേരമായാൽ ഞാനും ശക്തിയും നടക്കാൻ ഇറങ്ങാറുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ വീട്ടിൽ തന്നെ ഇരുന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ഫോൺ ചോദിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ പുറത്തേക്ക് ഇറങ്ങി അവൻ ആ ഫോണിൻ്റെ ചിന്തയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അവൻ ഇങ്ങനെ പുറത്തൊക്കെ ഓടി നടക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. അതുകൊണ്ട് ഞാൻ മിക്ക ദിവസങ്ങളിലും വൈകുന്നേരം ആകുമ്പം എങ്ങനെയെങ്കിലും എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് പോവാറുണ്ടേ. നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നതുകൊണ്ട് തന്നെ അവൻ ഒരുപാട് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. കാരണം അവൻ പുതുതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കാണുകയാണെങ്കിലോ അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും കേട്ടോ, അമ്മ അത് എന്താണെന്നുള്ളത്. അപ്പോൾ എനിക്കത് പറഞ്ഞു കൊടുക്കാനും എളുപ്പമാണ്. കാരണം നമ്മൾ കാണാത്തൊരു സാധനം പറഞ്ഞു കൊടുക്കുന്നതിനെക്കാട്ടും അവനത് കണ്ടിട്ട് ചോദിക്കുമ്പോൾ നമുക്കത് പറഞ്ഞു കൊടുത്താൽ അവന് കുറച്ചും കൂടി മനസ്സിലാവുമല്ലോ. അപ്പോൾ അവിടെ ഒരു തൊട്ടാവാടി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ശക്തി നീ പതുക്കെ ഒന്ന് തൊട്ട് നോക്കുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ തൊടുമ്പോൾ അതിൻ്റെ ഇല ഇങ്ങനെ മൂടി വരുന്നത് കാണുമ്പോൾ അവന് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. പിന്നെ ആ എല്ലാ ഇലയും അവൻ ഇങ്ങനെ തൊട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മൾ പാടത്തിൻ്റെ സൈഡിലായിട്ട് അവിടെ ഒരു വീട്ടിൽ നിന്ന് പാഷൻ ഫ്രൂട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പാടത്തിൻ്റെ സൈഡിലായിട്ടൊക്കെ അത് വീടാറുണ്ട്. അപ്പോൾ ഞങ്ങൾ അത് പെറുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവിടെയുള്ള ഒരു ആൻറ്റി നമുക്കതിങ്ങനെ താഴോട്ട് ഇട്ട് തന്നു കേട്ടോ. കാരണം മതിലിൻ്റെ മുകളിലൊക്കെ നിറയെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആൻറ്റി നമുക്ക് താഴോട്ട് അതൊക്കെ പെറുക്കിയിട്ട് തന്നു കേട്ടോ. ശക്തിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ. കാരണം കടയിലൊന്നും അതങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ വന്ന് ഇടയ്ക്ക് പെറുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിറയെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ശക്തിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് വീട്ടിൽ പോയാൽ മതി എന്നായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കവറൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു കവറൊക്കെ വാങ്ങിച്ച് നമ്മളെ പാഷൻ ഫ്രൂട്ടൊക്കെ അതിലിട്ടു കേട്ടോ. കാരണം നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. ശക്തിത ഒന്നുപോലും മിസ്സാക്കാണ്ട് ഒക്കെ പെറുക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ പാഷൻ ഫ്രൂട്ട് ഇങ്ങനെ വെള്ളം കലക്കി കുടിക്കാറുണ്ട്. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് പഞ്ചസാരയോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് സ്പൂൺ കൊണ്ട് കോരി അങ്ങനെയൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ. ശക്തി ഈ പാഷൻ ഫ്രൂട്ട് കവറിലേക്ക് എടുത്തിടുമ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ഇങ്ങനെ പറയാറുണ്ട്, നീ കൗണ്ട് ചെയ്തിട്ട് ഇടുന്ന്. അപ്പോൾ അവൻ ആ കൗണ്ട് ചെയ്യാനുള്ളതും കൂടി പഠിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അവനിങ്ങനെ കുറച്ചൊക്കെ അറിയാം. അവൻ ഇങ്ങനെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ആളുകളൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ, നിനക്ക് ആടിനെ വളർത്തി ജീവിക്കേണ്ട വല്ല കാര്യമുണ്ടോ, അതെന്തിനാണ് ഇത്ര കഷ്ടപ്പാടുള്ള ജോലി ചെയ്യണമെന്നൊക്കെ. പക്ഷേ സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് ആരും ആടിനെ വാങ്ങി തന്നിട്ട് നീ നോക്ക് നീ വളർത്തുക അങ്ങനെയൊന്നും പറഞ്ഞതല്ല കേട്ടോ. എനിക്ക് ഇവരോടുള്ള ഇഷ്ടം കൊണ്ട് ജീവികളോടുള്ള ഇഷ്ടം കൊണ്ട് ഞാനായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. എനിക്ക് അതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് എന്താണോ ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ നമുക്ക് എന്താണോ ചെയ്യാൻ താല്പര്യമുള്ളത് അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് പറയും, മറ്റുള്ളവരെന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മളെ ജീവിതം ഒരിക്കലും നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. നമുക്കൊരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതം എന്ന് പറയുന്നത് വളരെ ചെറുതാണ് കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് മനസ്സിന് സമാധാനം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ ഞാനും ശക്തിക്കുട്ടനും ഇതാ നമ്മൾ ആ പാഷൻ ഫ്രൂട്ടൊക്കെ ആയിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. കാരണം അവൻ ഈ സംഭവം കയ്യിൽ കിട്ടിയതിന് ശേഷം പിന്നെ എങ്ങനെയെങ്കിലും അവിടുന്ന് വീട്ടിലെത്തിയാൽ മതി, എന്നിട്ട് അത് കട്ട് ചെയ്തൊന്ന് കഴിച്ചാൽ മതി എന്നുള്ള ചിന്തയായിരുന്നു കേട്ടോ. എന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വാ അമ്മ പോവാന്ന്. ഞാനാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ശരി എന്നാൽ നടക്കുക പറഞ്ഞ് ഞങ്ങൾ
നമ്മളതാ വീട്ടിലേക്ക് പോവുകയാണേ. ഞാൻ അവൻ്റെ അടുത്ത് കുറച്ച് നേരം ഞാൻ കവർ പിടിക്കടാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എനിക്ക് തരുന്നേ ഉണ്ടായിരുന്നില്ല. വേണ്ട ഞാൻ തന്നെ പിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെയോ ആ കവറും കൊണ്ട് ചവൻ പോവുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ടാവില്ലേ, വെറും വീട്ടമ്മ എന്നുള്ള രീതിയിൽ ഒതുങ്ങി പോകുന്ന ആൾക്കാർ. എനിക്ക് അവരോട് ഒരു കാര്യം പറയാനുള്ളൂ, നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അന്വേഷിച്ച് അങ്ങനെയൊക്കെ ചെയ്യുക. കാരണം നമ്മൾ ഈ വീട്ടു ജോലികളൊക്കെ ചെയ്ത് വലിയ പെർഫെക്റ്റായി ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം എവിടെയും നമ്മൾ ചെയ്ത ജോലികളൊന്നും ആരും എവിടെയും രേഖപ്പെടുത്തില്ല എന്നുള്ളതാണ് കേട്ടോ. കാരണം ഈ ജോലികളും കാര്യങ്ങളൊക്കെ നമ്മളെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഈ അടുക്കളപ്പണി, ഭക്ഷണം ഉണ്ടാക്കുക കാര്യങ്ങളെന്നൊക്കെ നമ്മളെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അല്ലാണ്ട് അത് ജീവിതമാക്കി നമ്മൾ ഒരിക്കലും ജീവിക്കാൻ പാടില്ല എന്നുള്ളതാണ് കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ, അതൊക്കെ ചെയ്യുക. ഒരു 10 രൂപയാണെങ്കിലും അത് നമ്മൾ സമ്പാദിച്ചതാണെങ്കിൽ അതിനൊരു 1 കോടി രൂപേൻ്റെ വില ഉണ്ടെന്ന് എനിക്കങ്ങനെ തോന്നാറുണ്ട് കേട്ടോ, സത്യം പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ നമുക്ക് എന്താണോ പറ്റുന്നത് നമ്മൾ അത് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഇതുപോലത്തെ വീഡിയോസായിട്ട് ഇനിയും വരുന്നതാണ്. ടാറ്റാ ബൈ ബൈ.